ഈശോയോടൊപ്പം ഉള്ള ജീവിതം സന്തോഷകരമാണ്, പക്ഷേ അതിനകത്ത് സഹനങ്ങളോ നിരാശകളോ ഇല്ലെന്നല്ല. പ്രാർത്ഥിക്കുമ്പോൾ എത്രത്തോളം ഇങ്ങനെ കണ്ടീഷണലായിട്ട് പ്രാർത്ഥിക്കണം എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ ആരോ പണ്ട് ഏതൊരു ചേച്ചിയാണ് എന്നോട് പറഞ്ഞിങ്ങനെ, നമ്മൾ എന്തൊരു കണ്ടീഷൻ ചോദിച്ചാലും അതുപോലും നിവർത്തിക്കുന്ന രീതിയിൽ ദൈവം നമ്മുടെ പ്രാർത്ഥനയെ കേൾക്കുമെന്നുള്ളത്. ജീവിതത്തിൻ്റെ പല പല സ്റ്റേജുകളിൽ എത്തുമ്പോഴേക്കുമാണ് കർത്താവിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അത് നിൻ്റെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണെന്നുള്ളൊരു വചനം എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി എന്നൊക്കെ എനിക്ക് വെളിപ്പെട്ട് കിട്ടിയത്. നമ്മൾ കർത്താവിന് വേണ്ടി ഓടി നടക്കുന്ന സമയത്ത് കർത്താവ് ഒരു കാര്യത്തിനും കടം വെക്കാത്തവനായിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത്. എൻ്റെ പേര് ബെൻ, ഇതെൻ്റെ വൈഫ് മെറിൻ. ഞങ്ങൾക്ക് 2 മക്കളാണുള്ളത്. മൂത്താളുടെ പേര് അൽഫോൺസ്, രണ്ടാമത്തെ ആളുടെ പേര് അലോഷ്യസ്. ഞങ്ങളുടെ സ്വദേശം കളമശ്ശേരിയാണ്. ഞങ്ങൾ രണ്ടുപേരും IT മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഇൻഫോ പാർക്കിൽ IBM എന്ന് പറഞ്ഞ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. വൈഫ് കാക്കനാട് തന്നെ ഡ്യൂടെക് എന്ന് പറഞ്ഞൊരു കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ മെറ്റേണിറ്റിയിലാണ്. ഞങ്ങൾ രണ്ടുപേരും ജീസസ് യൂത്തായിട്ട് കുറേ നാളുകളായിട്ട് ജീസസ് യൂത്തിൻ്റെ ഒപ്പം തന്നെയാണ്. കല്യാണത്തിന് മുമ്പും ആളും ജീസസ് യൂത്തായിരുന്നു. എന്തോ ദൈവാനുഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചത്. നിലവിൽ ജീസസ് യൂത്തിൽ ഞങ്ങളിപ്പോഴും വളരെ ആക്റ്റീവാണ്. ഞാൻ ജീസസ് യൂത്ത് എറണാകുളം കൗൺസിൽ ടീമിൻ്റെ അംഗമാണ്. മുന്നേയും കൗൺസിൽ ടീമിൻ്റെ അംഗമായിരുന്നു. അതുപോലെ ഞാൻ മുൻ ജീസസ് യൂത്ത് ഇൻഫോ പാർക്കിൻ്റെ കോർഡിനേറ്റർ കൂടെ ആയിരുന്നു. വൈഫും 2 തവണ ചങ്ങനാശ്ശേരി സർവീസ് ടീമിലുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങളിവിടെ ആയിരിക്കുന്നത് നിങ്ങളുമായിട്ട് ഞങ്ങളുടെ ചെറിയ ചെറിയ ചില ദൈവാനുഭവങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒത്തിരി വലുതൊന്നും അല്ല, പക്ഷേ എങ്കിലും ദൈവം എല്ലാവരെയും ടച്ച് ചെയ്യുന്ന ഓരോരോ രീതിയിലായിരിക്കുമല്ലോ. ഞങ്ങളുടെ കൂട്ടത്തിൽ ഈശോ നടന്ന ചില കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈശോ എൻ്റെ ജീവിതത്തിൽ എന്നെ സ്നേഹിച്ച ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ചെറുപ്പം മുതലാണെങ്കിലും വീട്ടിൽ അത്യാവശ്യം പള്ളിയിലൊക്കെ പോകുന്ന ഒരു കൂട്ടത്തിലായിരുന്നു ഞാൻ. എല്ലാവരും നിർബന്ധിച്ച് എന്നെ കൊണ്ട് പള്ളിയിൽ വിടണം എന്നുള്ളൊരു രീതിയിലുള്ളൊരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല വീട്ടിൽ. എല്ലാം ഹാപ്പി ആയിട്ടായിരുന്നു ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷെ എന്നാലും യഥാർത്ഥത്തിൽ ഈശോ ആരാണെന്നോ അല്ലെങ്കിൽ ഈശോ എൻ്റെ ഒരു കൂട്ടുകാരനാണെന്നോ അത്തരം ഒരു ചിന്താഗതിയൊന്നും എനിക്കുണ്ടായിരുന്നില്ല. ജസ്റ്റ് എല്ലാവരെയും പോലെ എന്നും പള്ളിയിൽ പോകണം, അല്ലെങ്കിൽ ഈശോയുടെ അടുത്തിരിക്കുമ്പോഴേക്കും ബേസിക്കലി കുറച്ച് ആഗ്രഹങ്ങളുടെ ഒരു സഫലീകരണത്തിന് വേണ്ടിയിട്ടൊക്കെ ആയിരുന്നു ഞാൻ എപ്പോഴും പള്ളിയിലൊക്കെ പൊയ്ക്കൊണ്ടിരുന്നത്. അത് കണ്ടിന്യൂ ചെയ്തു. എൻ്റെ കോളേജിൻ്റെ സമയത്തൊക്കെ ആണെങ്കിലും ഞാൻ പണ്ടത്തെ പോലെ തന്നെ അത്യാവശ്യം പള്ളിയിലൊക്കെ പോകുന്ന പോലെ തന്നെ പൊയ്ക്കൊണ്ടിരുന്നു. പക്ഷെ എൻ്റെ കൂട്ടുകാരൊക്കെ കുറച്ചും കൂടെ ജീസസ് യൂത്തിലും അങ്ങനത്തെയുള്ള കാര്യത്തിലൊക്കെ ആയിരുന്നു. അവരെന്നെ ജീസസ് യൂത്തിലേക്കൊക്കെ വിളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഒരു പ്രൈമറി ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റഡി ഫോക്കസ്ഡ് ആയിരുന്നു ഞാൻ. അതുകൊണ്ട് പഠിക്കണം, അല്ലെങ്കിൽ ആ സമയം നമ്മൾ വേറെ പരിപാടികൾക്ക് എന്തിനാ പോകണേ എന്നുള്ളൊരു ചിന്താഗതിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും എൻ്റെ ഒരു ഫ്രണ്ട് സർക്കിൾ നന്നായിട്ട് കൊണ്ടുപോകണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായതുകൊണ്ട് തന്നെ ഇവരുമായിട്ട് ഞാൻ എപ്പോഴും നല്ല കമ്പനി ആയിട്ട് തന്നെ ഇരുന്നേച്ചു. പഠനമൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഞാൻ 2015 ഞാൻ TCSലേക്ക് ജോയിൻ ചെയ്യുന്നത്. ഞാൻ വർക്ക് ചെയ്യുന്നത് ഇൻഫോ പാർക്കിലാണെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അവിടെ TCSൽ തന്നെയാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ ഒരു ജീസസ് യൂത്തിലേക്ക് എന്നെ കർത്താവ് വിളിക്കുന്നത്. പലരെയും ചിലപ്പോൾ ധ്യാന കേന്ദ്രത്തിലൂടെയും അല്ലെങ്കിൽ അങ്ങനെ പല സ്ഥലത്തിലൂടെയൊക്കെ ആയിരിക്കും വിളിക്കുന്നത്. പക്ഷേ എന്നെ ജീസസ് യൂത്തിലേക്ക് വിളിച്ചത് ഒരു ലിഫ്റ്റിൽ നിന്നാണ് എന്നെ ജീസസ് യൂത്തിലേക്ക് വിളിക്കുന്നത്. എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരു ചേച്ചിയുടെ പേര് നിർമ്മല എന്നാണ്. ചേച്ചി എൻ്റെ മെൻറ്റർ കൂടെയായിരുന്നു. അപ്പോൾ ചേച്ചി ഇങ്ങനെ ഒരു ദിവസം ഉച്ചയ്ക്ക് ഓടിപ്പാഞ്ഞ് എങ്ങോട്ടോ ലിഫ്റ്റിൽ കയറി പോകുന്നത് കണ്ടു. അപ്പോൾ ആളെൻ്റെ മെൻറ്റർ കൂടെ ആയതുകൊണ്ട് ഞാൻ വളരെ സ്നേഹത്തോടുകൂടെ തന്നെ ആളുടെ അടുത്തേക്ക് ഇങ്ങനെ പോയി. അപ്പോൾ ആൾ ലിഫ്റ്റിൽ വെച്ചിട്ട് പെട്ടെന്ന് ഞാൻ ആളോട് ചോദിക്കണം, ചേച്ചി എങ്ങോട്ടാണ് പോണേ? അപ്പോൾ ചേച്ചി പെട്ടെന്ന് പറഞ്ഞു, ഞാനൊരു പ്രെയർ മീറ്റിങ്ങിന് പോവുകയാണ്, നീ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. ആളൊരു മെൻറ്റർ ആയതുകൊണ്ട് പിന്നെ ഞാൻ ചേച്ചിയുടെ കൂട്ടത്തിലായിരുന്നുകൊണ്ട് തന്നെ ഞാൻ ഓക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ സത്യം പറഞ്ഞാൽ ജീസസ് യൂത്തിലേക്ക് ഒരു കാലെടുത്ത് വെക്കുന്നത്. അന്ന് ആ ലിഫ്റ്റ് ഇറങ്ങുമ്പോൾ ഞാൻ ഓട്ടോ കയറി നേരെ പോകുന്നത് ഇൻഫോ പാർക്കിൻ്റെ കാക്കനാടുള്ള ഒരു പ്രെയർ മീറ്റിങ്ങിലേക്കാണ് ഞാൻ നേരെ പോകുന്നത്. അപ്പോൾ അന്ന് മുതൽ പിന്നെ എനിക്കൊരു തിരിഞ്ഞു നോട്ടം ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ എപ്പോഴും ജീസസ് യൂത്തിൻ്റെ ഒപ്പം തന്നെ ആയിരുന്നു.
GCUത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ പല പല മിനിസ്ട്രീസ് ഉണ്ട്. നമ്മുടെ കഴിവുകളെയൊക്കെ ബേസ് ചെയ്തിട്ട് GCUത്തിൽ പല പല മിനിസ്ട്രീസുകളുണ്ട്. എനിക്ക് പാട്ട് പാടാനുള്ളൊരു കഴിവുണ്ടെന്ന് ചെറുതിലെ അപ്പനും അമ്മയൊക്കെ പറഞ്ഞിട്ടുള്ളത് അതിനപ്പുറത്തേക്ക് ഞാൻ കോളേജിലോ സ്കൂളിലോ ഒന്നും അങ്ങനെ കാര്യമായിട്ട് പാട്ടുകൾ പാടുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. GCUത്തിലേക്ക് ഇങ്ങനെ ഒരു കാര്യം വന്നപ്പോൾ ഞാൻ എന്നാൽ മ്യൂസിക് മിനിസ്ട്രി സെലക്ട് ചെയ്യാം എന്നൊരു ചിന്തയിലേക്ക് എനിക്ക് വന്നു. അങ്ങനെയാണ് ഞാൻ ഇൻഫോ പാർക്കിൻ്റെ ഒരു മ്യൂസിക് മിനിസ്ട്രിയിലേക്ക് ഞാൻ കയറുന്നത്. ഞാൻ ചെല്ലുമ്പോഴേക്കും മ്യൂസിക് മിനിസ്ട്രിയിൽ ഒറ്റ മനുഷ്യരില്ല, ആകെ ഞങ്ങൾ 2-3 പേര് മാത്രമേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾക്ക് അവിടെ ഒരു ആലീസ് എന്ന് പറഞ്ഞൊരു ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ ഞങ്ങൾ ചെറിയൊരു ചാപ്പൽ പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട് ചേച്ചിയുടെ വീട്ടിൽ. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് വെറുതെ ഇരുന്ന് പ്രാർത്ഥിക്കും, ഞങ്ങൾക്ക് ഇനിയും കുറേ ആൾക്കാരെ കിട്ടണേ, കുറേ പാട്ടുകാർ ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം വരണേ എന്നൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ, ഒരു 6 മാസത്തിന് ശേഷം ആ 3 പേരായിരുന്നു ഞങ്ങൾ. ആ മുറി തിങ്ങി നിറഞ്ഞ് അതിനകത്തുനിന്ന് നമുക്ക് ഒരാൾക്കൂടി ഇനി കയറാൻ പറ്റാത്ത രീതിയിൽ ഒരു 10-20 പേരുള്ള ഒരു വലിയൊരു മ്യൂസിക് മിനിസ്ട്രി ആയിട്ട് ഞങ്ങളുടെ ഇത് മാറി. അതിനകത്ത് വയലിനും ഗിറ്റാറും കീബോർഡും ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും ഉണ്ട്. അത് ഞങ്ങൾക്ക് തന്നെ ഒരു നമുക്ക് തന്നെ ദൈവം ഇങ്ങനെ കാണിച്ചു തരുന്നവരാണ്. നിങ്ങൾ പ്രാർത്ഥിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ അതിനെ വേണ്ടി തീവ്രമായിട്ട് ആഗ്രഹിക്കുമ്പോൾ അതിനൊരു ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു രീതിയിൽ ഈശോയുടെ ഒരു ഉറപ്പായിരുന്നു ആ ഒരു സമയത്ത്. അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകുന്ന സമയത്തായിരുന്നു ഞങ്ങൾക്കൊരു 2020 എസ് എന്ന് പറഞ്ഞൊരു പരിപാടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ചിന്തിക്കുന്നുണ്ട്, ഓക്കെ നമുക്ക് മ്യൂസിക് മിനിസ്റ്റേഴ്സ് നമുക്ക് നന്നായിട്ട് ശുശ്രൂഷ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം കൂടിയായിരുന്നു അത്. അപ്പോൾ ഞാൻ കരുതി, പക്ഷേ എനിക്ക് ഇതിൽ നമ്മുടെ മ്യൂസിക് മിനിസ്ട്രിയുടെ കാര്യമായിട്ട് പാട്ട് പാടണമെന്നുണ്ട്. അതേസമയം തന്നെ എൻ്റെ കുടുംബത്തിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, എൻ്റെ അപ്പ നേരത്തെ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഞാനൊരു കോളേജിൻ്റെ സമയത്ത് തന്നെ അപ്പ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു അനിയനാണുള്ളത്. അപ്പോൾ അനിയനും അമ്മയും നോക്കുന്നതോടൊപ്പം തന്നെ ഒരു വീടുണ്ടാക്കുക എന്നുള്ളത് ഞങ്ങളുടെ ആ ഒരു സമയത്തിൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു. കാരണം അതിനുശേഷം എനിക്കൊരു കല്യാണത്തിലൊക്കെ കിടക്കണമെങ്കിൽ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഓൾറെഡി സ്ഥലമൊക്കെ വാങ്ങിക്കുന്നുണ്ട്. 2019 ഒക്കെ ആകുമ്പോൾ സമയത്ത് നമ്മൾ വീട് പണിയാൻ തുടങ്ങുന്നു. ഫിനാൻഷ്യലി ഞങ്ങൾ അധികം സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു അത്. ആ സമയത്ത് പെട്ടെന്നാണ് എനിക്ക് ഓഫീസിൽ നിന്ന് ഒരു ഓഫർ വരുന്നത്. എനിക്ക് സൗത്ത് ആഫ്രിക്കയിൽ പോയിട്ട് നമുക്കൊരു ഓൺസൈറ്റ് ഓപ്പർച്യൂണിറ്റി വരുന്നു. അപ്പം ഞാൻ ഓക്കെ റെഡി പറഞ്ഞു. പക്ഷേ എന്നോട് മാനേജർ പറഞ്ഞൊരു ക്രൈറ്റീരിയ ഇതാണ്, വിസ വന്നാൽ പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് പോകേണ്ടി വരും എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഞാൻ ഇപ്പോൾ വിസ വന്നാൽ പോകണം. പക്ഷെ അതോടൊപ്പം തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞ ഈ ഒരു പ്രോഗ്രാം എങ്ങനെയും അറ്റൻഡ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. കാരണം അത്രയും നാൾ നമ്മൾ പ്രാർത്ഥിച്ച് കണ്ടുപിടിച്ച ഒരു ടീമായിരുന്നു, 10-25 പേരുള്ള ടീം. അപ്പോൾ അവരുടെ കൂട്ടത്തിലായിരുന്നുകൊണ്ട് ഒരു ശുശ്രൂഷ ചെയ്യുന്നതിൽ അപ്പുറത്തേക്കൊരു സന്തോഷം അല്ലെങ്കിൽ ഒരു ദൈവാനുഭവം എൻ്റെ ജീവിതത്തിൽ കിട്ടാനുള്ളത് എനിക്കൊരു നല്ലൊരു ബോധ്യം ഉണ്ടായിരുന്നു. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ എത്രത്തോളം ഇങ്ങനെ കണ്ടീഷണലായിട്ട് പ്രാർത്ഥിക്കണം എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ പണ്ട് ഏതൊരു ചേച്ചിയാണ് എന്നോട് പറഞ്ഞിങ്ങനെ, നമ്മൾ എന്തൊരു കണ്ടീഷൻ ചോദിച്ചാലും അതുപോലും നിവർത്തിക്കുന്ന രീതിയിൽ ദൈവം നമ്മുടെ പ്രാർത്ഥനയെ കേൾക്കുമെന്നുള്ളത്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചൊരു കാര്യമാണ്, എൻ്റെ ഈ ഒരു പരിപാടി എനിക്ക് കൂടണം, അത് കഴിഞ്ഞിട്ടായിരിക്കണം എനിക്ക് വിസ വരേണ്ടതെന്നുള്ളത്. അതിനു മുമ്പ് പലതവണ വിസ റിജക്ഷൻ വന്നിട്ടുള്ളത് കൊണ്ട് ഞാൻ ആൾക്കാരോട് പറയുമായിരുന്നു, നിങ്ങൾ എന്തായാലും വിസ കിട്ടാൻ തന്നെ പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ എനിക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് എൻ്റെ ഒരു ഫിനാൻഷ്യൽ ഒരു സ്റ്റാറ്റസ് വെച്ചിട്ട് നിലവിലത്തെ കണ്ടീഷനിൽ വെച്ചിട്ട് എൻ്റെ വീട് പണി മുന്നോട്ട് പോവില്ല. എല്ലാവരും കാര്യമായിട്ടിരുന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ ഇൻ്റർസെഷൻ ടീമും ഞങ്ങളുടെ മ്യൂസിക് മിനിസ്ട്രിയിലെ എല്ലാ പിള്ളേരും. ആ പരിപാടി ഒരു സൺഡേ ആണ് തീരുന്നത്. മനോഹരമായിട്ട് ഞങ്ങളുടെ ശുശ്രൂഷകളൊക്കെ തീർന്നു. പിറ്റേ ദിവസം മൺഡേ ഏർലി മോർണിംഗ് എനിക്ക് മെസ്സേജ് വരുവാണ്, നിങ്ങളുടെ വിസ അവിടെ നിന്ന് ഡിസ്പാച്ച് ചെയ്തിട്ടുണ്ടെന്ന്. ഞാൻ പോലും അറിയാണ്ട് എൻ്റെ കാര്യങ്ങൾ എത്ര മനോഹരമായിട്ടാണ് ഈശോ ക്രമീകരിച്ചതെന്ന് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു ആ സമയത്ത്. അപ്പോൾ എൻ്റെ ഒപ്പം ആക്ച്വലി 3 പേർക്കും കൂടെ വിസ വരുന്നുണ്ടായിരുന്നു, എൻ്റെ ആദ്യത്തെ പിന്നെ 2 പേരും കൂടെ. അപ്പോൾ എൻ്റെ മാനേജർ പറഞ്ഞു, നിങ്ങൾ 3 പേരും ഒരുമിച്ചായിരുന്നു പോകേണ്ടത്, പക്ഷേ ബെൻ ആദ്യം പൊക്കോ, ഒരാഴ്ചയ്ക്ക് മുമ്പ് പോകണം, ബാക്കി 2 പേരും അതിന് ശേഷം വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ, പക്ഷേ എൻ്റെ കാര്യങ്ങളൊന്നും ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ ഞാൻ ഓടി കാര്യങ്ങളൊക്കെ ശരിയാക്കി. അങ്ങനെ എന്നോട് അങ്ങനെ ഫ്ലൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു, ഞങ്ങൾ ബുക്ക് ചെയ്തു. ഞാൻ അവിടെ എത്തി ഒരാഴ്ചക്കുള്ളിലാണ് നമ്മുടെ കോവിഡിൻ്റെ ലോക്ക്ഡൗൺ, നമ്മുടെ വേൾഡിൽ തന്നെ അങ്ങനെ ഒരു ലോക്ക്ഡൗൺ ഉണ്ടാകുന്നത്. സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പിന്നെ ആർക്കും വരാൻ പറ്റുന്നില്ല, അങ്ങോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല. ഞാൻ മാത്രമാണ്, ഈവൻ ഞാൻ അവിടെ ചെന്നിട്ടാണെങ്കിൽ അവിടുത്തെ ഓഫീസിൽ ഞാൻ പോകുന്നില്ല, ഞാൻ വീട്ടിലിരുന്നാണ് വർക്ക് ചെയ്യുന്നത്. ഒരു 2 ആഴ്ച മാറിയിരുന്നെങ്കിൽ എനിക്കൊരിക്കലും അങ്ങോട്ട് പോകാൻ പറ്റില്ലായിരുന്നു. നമ്മൾ അവിടെ ആയിരുന്നത് കൊണ്ടാണ് നമ്മുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളെല്ലാം നന്നായിട്ട് നടന്നതും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയതും.
അതെനിക്ക് വലിയൊരു ദൈവാനുഭവമായിരുന്നു. കാരണം ഇവിടുത്തെ പ്രെയർ മീറ്റിങ്ങുകൾ ഇതെല്ലാം ഉപേക്ഷിച്ച് പോകണമെന്നൊക്കെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പക്ഷേ അന്ന് ഞാൻ അവിടെ എത്തിയപ്പോൾ മുതൽ എല്ലാ പ്രെയർ മീറ്റിങ്ങുകളും ഓൺലൈനാക്കി. പലർക്കും അതൊരു വിഷമമായിരിക്കും, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം എനിക്ക് പിന്നീടുള്ള എൻ്റെ എല്ലാ ഓൺലൈൻ മീറ്റിങ്ങുകൾ, എൻ്റെ പ്രെയർ മീറ്റിങ്ങുകളെല്ലാം എനിക്ക് മിസ്സാവാണ്ടിരുന്നു. ആ വർഷം മുഴുവൻ അടിപൊളിയായിട്ട് പോയി. ആ 2020 ഒക്ടോബർ 4 ഞാൻ സൗത്ത് ആഫ്രിക്കയിൽ ഇരുന്നുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യയിൽ ഒരു ചെറിയ സ്ഥലമായിട്ടുള്ള കാക്കനാടിലെ ഇൻഫോ പാർക്കിൻ്റെ കോർഡിനേറ്ററായിട്ട് മാറുന്നത്. ഓൺലൈൻ ഇരുന്നുകൊണ്ടാണ് ഞാൻ അനോയിൻ്റ് ചെയ്യപ്പെടുന്നതും ഞാൻ അതിൻ്റെ കോർഡിനേറ്ററായിട്ട് മാറുന്നത്. അപ്പം നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് നമ്മൾ സൗത്ത് ആഫ്രിക്കയിൽ ഇരുന്നുകൊണ്ട് ഇൻഫോ പാർക്കിനെ എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അത് മനോഹരമായിട്ട് ദൈവം കൊണ്ടുപോയെന്നുള്ള ഒരു 4 മാസം ഞാൻ സൗത്ത് ആഫ്രിക്കയിൽ ഇരുന്നുകൊണ്ടാണ് ഇവിടുത്തെ ഇൻഫോ പാർക്കിൻ്റെ ജിസ് യൂത്ത് കമ്മ്യൂണിറ്റീനെ ഞാൻ കോർഡിനേറ്റ് ചെയ്തത്. ഈശോയെ ഞാൻ അടുത്തറിഞ്ഞു തുടങ്ങിയപ്പോൾ, ഈശോയെ ഞാൻ കൂടുതൽ സ്നേഹിച്ചപ്പോൾ, ആക്ച്വലി ഭൗതികമായിട്ട് ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടുമ്പോഴും ആത്മീയവുമായിട്ട് ഞാൻ ഒത്തിരി ഉയർന്നുണ്ടായിരുന്നു, ഞാൻ പോലും അറിയാതെ. എൻ്റെ കുർബാനകളൊക്കെ റെഗുലറായി തുടങ്ങി, എൻ്റെ കുമ്പസാരം 2 ആഴ്ച കൂടുമ്പോൾ ആയി തുടങ്ങി. ഇതൊക്കെ ഞാൻ പോലും അറിയാതെ എന്നിൽ മാറ്റങ്ങൾ സംഭവിക്കുകയായിരുന്നു. ഈശോ നമ്മളിങ്ങനെ ഫോം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഓരോ ദിവസവും. കാര്യം ഈശോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഓടുമ്പോഴും എൻ്റെ വീട്ടിലത്തെ കാര്യങ്ങളെല്ലാം ഈശോ ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. എൻ്റെ അമ്മ അതുവരെയും ജിസ് യൂത്തിലേക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊന്നും പോകില്ലായിരുന്നു. ഞാൻ വൈകി ഇച്ചിരി വീട്ടിൽ എത്തിയിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് ചോദിക്കുന്ന അമ്മയായിരുന്നു. പക്ഷെ അതിന് ശേഷം എന്നെക്കാളും നന്നായിട്ട് റെഗുലർലി ജീസസ് യൂത്തിൻ്റെയോ അല്ലെങ്കിൽ പല കാര്യങ്ങളുടെയൊക്കെ നൈറ്റ് പ്രാർത്ഥനകൾക്കൊക്കെ അമ്മയാണ് മുന്നിട്ടിറങ്ങുന്നത്. അല്ലെങ്കിൽ വീട്ടിലത്തെ കാര്യം, ഇപ്പോൾ നമ്മുടെ പള്ളികളിലെ വൈകുന്നേരത്തെ പ്രാർത്ഥനകളിലൊക്കെ അമ്മയാണ് മുന്നിട്ടിറങ്ങുന്നത്. അപ്പോൾ ഇതെല്ലാം ഞാൻ പോലും അറിയാതെ എൻ്റെ വീട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായിരുന്നു. നമ്മൾ കർത്താവിന് വേണ്ടിയിട്ട് ഓടി നടക്കുന്ന സമയത്ത് കർത്താവ് നമ്മൾ പോലും അറിയില്ല, അല്ലെങ്കിൽ നമ്മൾ ഒട്ടും വിചാരിക്കാത്ത കാര്യങ്ങൾ വരെ കർത്താവ് ഒന്ന് ക്രമപ്പെടുത്തുന്ന കൂട്ടത്തിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2021 ഞാൻ കാര്യമായിട്ട് ഇൻഫോ പാർക്കിൽ ഈശോയ്ക്ക് വേണ്ടി ഓടി നടക്കുമായിരുന്നു. അപ്പോഴൊക്കെ എൻ്റെ ഒരു വിഷമം എന്ന് പറഞ്ഞാൽ എൻ്റെ കല്യാണം ആയിട്ടില്ല, എൻ്റെ വീട് പണി നടന്നിട്ടില്ല, അതുപോലെ എനിക്ക് ജോലി മാറ്റം ഞാൻ കുറേ നാളായിട്ട് നോക്കുന്നൊരു കാര്യമായിരുന്നു. ഞാൻ പോലും അറിയാതെ 2021 ഏറെക്കുറെ ഫെബ്രുവരി ആയപ്പോഴേക്കും എൻ്റെ വീടിൻ്റെ പണി കഴിയുന്നു. 2 ആഴ്ചക്കുള്ളിൽ ഞാനൊരു പെണ്ണ് കാണാൻ പോകുന്നു. ആ ആളെ തന്നെ എൻ്റെ ഭാര്യയായിട്ട് മാറുന്നു. പിന്നെ അതുപോലെ എൻ്റെ വിവാഹം കഴിഞ്ഞ് ഒരു 2 ആഴ്ചക്കുള്ളിലാണ് ഞാൻ അടുത്ത ജോലി മാറുന്നത്. നമ്മൾ കർത്താവിന് വേണ്ടി ഓടി നടക്കുന്ന സമയത്ത് കർത്താവ് ഒരു കാര്യത്തിനും കടം വയ്ക്കാത്തവനായിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത്. നമ്മൾ ഒരു 2 സ്റ്റെപ്പ് കർത്താവ് ചെയ്യുമ്പോൾ കർത്താവ് നമുക്ക് വാരിക്കോരിയാണ് കർത്താവ് ഇങ്ങോട്ട് തിരിച്ചു തരുന്നത്. അന്ന് മുതൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, നമ്മൾ ഒരിക്കലും കർത്താവിന് വേണ്ടിയിട്ട് ഒരു കാര്യത്തിന് നോ പറയേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ നമുക്ക് ഇനീഷ്യലി കുറച്ച് വിഷമം തോന്നിയേക്കുമ്പോൾ ഇത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ, ഇത്രയും ടൈം ഇതിനു വേണ്ടി നമുക്ക് സ്പെൻഡ് ചെയ്യാനുണ്ടോ എന്നൊക്കെ നമുക്ക് ചിന്തിച്ചേക്കാം. പക്ഷേ കർത്താവ് പൂർണ്ണമായിട്ട് ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് എനിക്ക് പിന്നീട് തോന്നിയേക്കുന്നത്. അത് എൻ്റെ കോൺഫിഡൻസിന്, എൻ്റെ ഒരു സെൽഫ് കോൺഫിഡൻസിനെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു കോഡ് എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുന്നത് ഒത്തിരിയേറെ അങ്ങനെ ചെറിയ ചെറിയ ഓരോ ഇൻസിഡൻസ് ഒക്കെ ആയിട്ടാണ്. അതായത് ഇപ്പം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജീസസ് യൂത്തിൽ തന്നെ ഇങ്ങനെ ഞാൻ വന്നൊരു സമയമായിരുന്നു. അപ്പം ആ സമയത്ത് ചിലരൊക്കെ ഇങ്ങനെ നല്ലൊരു പ്രോഗ്രാമിലൂടെയും അങ്ങനെ ഇനിഷ്യൽ എന്തെങ്കിലുമൊക്കെ റിട്രീറ്റിലൂടെയൊക്കെ ആയിരിക്കും വരുന്നത്. ഞാൻ പക്ഷേ അങ്ങനെ ചെറിയ നൈറ്റ് വിജിൽ അങ്ങനെയൊക്കെ ആയിട്ട് പോയി. പിന്നെ പ്രെയർ ഗ്രൂപ്പ്സ് അങ്ങനെയൊക്കെ. അപ്പം പെട്ടെന്നൊരു ഓൾ കേരള ഒരു പ്രോഗ്രാം ഇങ്ങനെ അറ്റൻഡ് ചെയ്യേണ്ടി വന്നു. പക്ഷെ ഞാനത് വോളണ്ടിയർ ആയിട്ടാണ് ഇതിനകത്ത് കയറിയത്.
അപ്പോൾ എന്താണെന്നൊന്നും അറിയത്തില്ല. പ്രത്യേകിച്ച് അതിനകത്ത് തന്നെ ഒരു ഇൻ്റർസെഷൻ മിനിസ്ട്രിയിലും കൂടിയാണ് ആടിയത്, അപ്പം ഇങ്ങനെ ആക്കിയത്. അപ്പം ഇങ്ങനെ കർത്താവിന് മുമ്പിൽ ഇങ്ങനെ ദൈവകാരുണ്യം നമ്മളിപ്പം പലയിടത്തും നമ്മളിങ്ങനെ ആരാധന കൂടിയിട്ടുണ്ടെങ്കിലും പോലും അവിടെ ഒരു വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം അവിടെ എല്ലാവരും ഇൻ്റർസെഷൻ വോളണ്ടിയേഴ്സ് എല്ലാവരും ഇങ്ങനെ നിരന്തരം ഒരു മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്ത്. എന്താണ്, എനിക്ക് പ്രാർത്ഥിക്കാനായിട്ട് പറ്റുന്നതേ ഇല്ല. ബാക്കി എല്ലാവരും ഇങ്ങനെ വചനമൊക്കെ പറഞ്ഞിങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴും എനിക്കങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് പറ്റുന്നില്ല. ഇടയ്ക്ക് ഒരു 2 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കും, അത് കഴിഞ്ഞ് പിന്നെ ഒരു പ്രൈസിലൂടെ അങ്ങ് നിൽക്കും, അങ്ങനെ ഒരു സാധനം. പിന്നെ ഒരു അരമണിക്കൂർ കൂടുതൽ എനിക്ക് അവിടെ ഇരിക്കാനായിട്ടൊന്നും പറ്റുന്നേ ഇല്ലായിരുന്നു. ഒരു കണ്ടിന്യൂറ്റി ഇല്ലാത്ത പോലൊക്കെ ഒരു ഫീലിംഗ്, ഭയങ്കര ഒരു ഡ്രൈനെസ്സും ഒക്കെ. എനിക്ക് അവിടെ ഇരുന്ന് കുറച്ച് നേരമൊക്കെ ഇരുന്ന് ഒരു കണ്ടിന്യൂ ആയിട്ട് ഇരിക്കാനായിട്ടുള്ളൊരു ഇതായിരുന്നു. ആ ഒരു ദിവസം അങ്ങനെ പോയി. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ചെല്ലുമ്പം തന്നെ എല്ലാവരെയും ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പ്രൈസ് ചെയ്ത് തുടങ്ങുന്നത്. പക്ഷേ എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ അറിയാതെ പോലെ തന്നെ എനിക്ക് ഉച്ചയ്ക്ക് എന്നെ ചോറുണ്ണാൻ വിളിക്കുമ്പോഴാണെങ്കിൽ മറ്റുള്ളവരൊക്കെ ഇങ്ങനെ കഴിക്കാൻ പാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴാണോ അറിഞ്ഞത് തന്നെ ഉച്ചയായി എന്നുള്ളൊരു സാധനം. പക്ഷേ അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുന്നത്, കർത്താവിനെ കരുതുന്നുണ്ടല്ലേ. ഞാൻ ആകെ ചോദിച്ച ഒരു കാര്യം എന്നെ ഒന്ന് ഇരുത്തി തരണേന്നാണ്. കറക്റ്റായിട്ട് എന്നെ അവിടെ ഇരുത്തി തന്നു. വേറെ ഒന്നും അറിഞ്ഞില്ല, സമയമോ ആൾക്കാർ പോകുന്നതോ ഒന്നും അറിയാതെ എന്നെ ഇങ്ങനെ ഇരുത്തി എന്ന്. പക്ഷെ അത് എനിക്ക് അപ്പോഴൊന്നും ഫീൽ ചെയ്തില്ല. വൈകുന്നേരം എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാനിങ്ങനെ മറ്റുള്ളവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുന്ന സമയത്താണ് ഞാനത് ഡിസ്കസ് ചെയ്തപ്പോൾ എല്ലാവരും ഓർത്ത് തന്നെ, ഓക്കെ നീ ഇന്ന് ഉച്ചയ്ക്ക് ചോറുണ്ണാൻ വന്നില്ല എന്നുള്ളൊരു കാര്യം. അങ്ങനെ അതുപോലെ പല പല ഇൻസിഡൻസ് ഇങ്ങനെ ഇപ്പം ജീസസ് യൂത്ത് എന്ന് പറഞ്ഞൊരു ടീമിൻ്റെ അല്ലെങ്കിൽ ഒരു ഇതിൻ്റെ ഭാഗമായത് കൊണ്ടായിരുന്നോ അതോ ദൈവം എന്നെ നേരത്തെ മുൻകൂട്ടി തിരഞ്ഞെടുത്തതാണോ എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ആകെ. പിന്നെ ജീവിതത്തിൻ്റെ പല പല സ്റ്റേജുകളിൽ എത്തുമ്പോഴേക്കുമാണ് കർത്താവിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അത് നിൻ്റെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണെന്നുള്ളൊരു വചനം എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി എന്നൊക്കെ എനിക്ക് വെളിപ്പെട്ട് കിട്ടിയത്. ആൽഫിക്ക് ഒരു 2.25 വയസ്സായിരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് അലോഷിനെ ഞങ്ങൾ ക്യാരിയിങ് ആവുന്നത്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഓക്കെ, ആൽഫി ഇവന് ആകെ 2.25 വയസ്സായിട്ടേ ഉള്ളൂ, ഇവനെയും കൊണ്ട് ഇനിയിപ്പോൾ ഞങ്ങൾക്ക് അടുത്തൊരാളും കൂടെ വരാൻ പോവാണ്, എങ്ങനെ കാര്യങ്ങൾ കൊണ്ടുപോകും, രണ്ടുപേരും കൂടെ എങ്ങനെ മാനേജ് ചെയ്യും, ഇതൊക്കെ ഞങ്ങളുടെ ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷേ ഇതൊക്കെ കാണുമ്പോഴും നമ്മുടെ ചുറ്റിനുമൊക്കെ ആൾക്കാർ ഈ പറഞ്ഞ പോലെ 3-4 കുട്ടികളൊക്കെ ഉള്ളവരുണ്ട്. അപ്പോൾ അവരൊക്കെ ഇതൊക്കെ സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടാസ്ക്കാണ്. കാരണം ഇവനെ മാനേജ് ചെയ്യുന്നത് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര പാടായിരുന്നു. അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നു. ഹോസ്പിറ്റലിലെ കാര്യങ്ങളെല്ലാം എല്ലാ സ്കാനിങ്ങിലെല്ലാം കുഴപ്പമില്ലാണ്ടൊക്കെ പോകുന്നു. പക്ഷെ ആ സമയത്തൊക്കെ ഇവൻ ഈ 2 കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു വാശിയുടെയൊക്കെ ഒരു പീക്കിലൊക്കെ എത്തുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ ചില സമയത്തൊക്കെ ഇവൻ്റെ വാശികളൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് നിസ്സാരമാണെന്ന് തോന്നുമെങ്കിലും നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥകളായിരുന്നു. അപ്പം ഞങ്ങൾ സ്ഥിരമായിട്ട് പ്രാർത്ഥിക്കുന്ന കാര്യം, പ്രത്യേകിച്ച് അലോഷി ഡെലിവറി ആവുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ ഇവനെ എങ്ങനെ മാനേജ് ചെയ്യും, ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഒരു ചിന്ത. അപ്പം ആ സമയത്താണ് ഏറെക്കുറെ ജൂൺ അവസാനമൊക്കെ ആകുമ്പോഴാണ് അലോഷിയുടെ ഡെലിവറി പറയുന്നത്. അപ്പോൾ ഇവന് എന്ത് പേരിടണം എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സമയത്തൊക്കെ ആൽഫി ജനിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് അറിയാമായിരുന്നു ഏറെക്കുറെ ഇവനൊരു ആൺകുട്ടിയാണെന്ന് ഞങ്ങൾക്ക് തന്നെ ഒരു ഇൻറ്റ്യൂഷൻ തോന്നുവാണ്. സിമിലർലി ഇത്തവണ അലോഷി വരുമ്പോഴും ഇതും ഒരു ആൺകുട്ടിയാണെന്ന് ഞങ്ങൾക്ക് തന്നെ അങ്ങ് തോന്നുവാണ്. അപ്പോൾ പിന്നെ പേര് നോക്കുന്ന സമയത്ത് ആൽഫിയുമായിട്ട് ആൽഫോൺസ് എന്നാണ് ഇവൻ്റെ ശരിക്കുമുള്ള പേരല്ലോ. അപ്പോൾ അതുമായിട്ട് ഒരു സാമ്യമുള്ള പേര് വേണം നമുക്കുണ്ട്. അങ്ങനെയാണ് നമ്മൾ അലോഷ്യസ് എന്ന് പറഞ്ഞ പേരിലേക്ക് വരുന്നത്. അപ്പം ഞങ്ങൾ നോക്കുമ്പോൾ ജൂൺ 21 എന്ന് പറഞ്ഞാൽ സെയിൻറ്റ് അലോഷ്യസിൻ്റെ ഡേ തന്നെയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ആ സെയിൻറ്റിൻ്റെ ദിവസം തന്നെ ആൾ ജനിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പേരിനൊരു ഇതും കൂടെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ആ ദിവസം തന്നെ ആവണം എന്നൊക്കെ. പക്ഷെ നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ പറയുന്നത് ഇല്ല, ഇത് ജൂൺ 29 അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്താൽ മതി എന്നൊക്കെയാണ് ഡോക്ടർ പറയുന്നത്. അപ്പോൾ പക്ഷെ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുണ്ട് ഇവൻ ഒരാഴ്ചയ്ക്ക് മുന്നെയാണ് ഇവൻ വന്നേക്കുന്ന ഒരു ചരിത്രം. അപ്പോൾ ഇവന് ഏറെക്കുറെ അങ്ങനെയൊക്കെ നമുക്കൊരു ചിന്തയുണ്ട്. പക്ഷെ ആ ഒരു സമയത്ത് ജൂൺ മുതൽ ഞാനിങ്ങനെ പയ്യെ ഇപ്പോൾ ജീവിതത്തിൻ്റെ ആണെങ്കിലും പരിപാടികൾക്കൊക്കെ ഇച്ചിരി പുറകിൽ നിൽക്കുന്ന ഒരു സമയമായിരുന്നു. ഞാൻ മനഃപൂർവ്വം എടുക്കുന്നതാണ്. അതായത് ഇപ്പോൾ രാത്രിയൊക്കെ ആണെങ്കിൽ എനിക്കൊരു ടെൻഷനാണ്, രാത്രിയൊക്കെ പെട്ടെന്ന് വന്ന് എന്ത് ചെയ്യും, ഇവനെ എങ്ങനെ മാനേജ് ചെയ്യും, അങ്ങനെ കൊണ്ടുപോകും എന്നൊക്കെയുള്ളത്.
പക്ഷേ ഒരു ജൂൺ പകുതിയോടെ എനിക്ക് തന്നെ തോന്നി തുടങ്ങുവാണ്, ഞാൻ എന്തിനാ അങ്ങനെ പേടിക്കുന്നത്? കാരണം ഇതുവരെയുള്ള എൻ്റെ അനുഭവത്തിൽ അങ്ങനെയല്ല. കർത്താവിന് വേണ്ടിയിട്ട് ഞാൻ ഓടി നടക്കുന്ന സമയത്ത് കർത്താവ് എൻ്റെ കാര്യങ്ങൾ ക്രമീകരിക്കുന്നത് പുള്ളിയുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഇതും പുള്ളി അങ്ങനെ ചെയ്യേണ്ടതല്ലേ എന്നുള്ളൊരു ചിന്തയായിരുന്നു എനിക്ക്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ജൂൺ 21-ാം തീയതി ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ഞാൻ എറണാകുളം കൗൺസിലിൻ്റെ ടീമിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ എനിക്കൊരു ടെസ്റ്റിമണിയിൽ എടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാനൊരു ആലുവയിൽ തന്നെയാണ് ഒരു സ്ഥലത്ത് പോകുന്നു. 7 മണിക്കാണ് പരിപാടി. അപ്പോൾ സാധാരണ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആ സമയത്ത് വൈകിട്ട് ഒരു പരിപാടിക്കും പോകാറില്ല. അതിനുശേഷം അന്ന് അവിടെ കൗൺസിൽ മീറ്റിംഗ് കൂടെ ഞങ്ങളുടെ നടക്കുന്നുണ്ട്. അപ്പോൾ 7 മണിക്ക് ഞാനവിടെ ചെല്ലുന്നു. ഇതെല്ലാം കഴിഞ്ഞു 10-10:30 ആയി. ഞാൻ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. ഈ വരുന്ന സമയത്തും ഞാൻ ഓർക്കുന്നുണ്ട്, അയ്യോ ഇന്നാണല്ലോ ജൂൺ 21 എന്ന് പറഞ്ഞ ഡേ ഇന്നാണല്ലോ. അപ്പം ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു ദിവസമാണ് ഇന്ന് ഡെലിവറി ഉണ്ടാകണമെന്ന്. പക്ഷെ ഇന്ന് ഉണ്ടായില്ല. അപ്പം ദൈവം ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ആഗ്രഹം അതായിരിക്കും എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ പോരുവാണ്. വീട്ടിലെത്തുമ്പോഴും ഇവൻ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. കാരണം ആ സമയത്തൊക്കെ പയ്യെ ഇവനെ ഞാൻ ഉറക്കി തുടങ്ങിയായിരുന്നു. ഇനിയിപ്പോൾ ഡെലിവറി കഴിയുമ്പോൾ എങ്ങനെ ആവും എന്നറിയാം. അപ്പോൾ കഥയൊക്കെ പറയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് ഇവൻ. അപ്പോൾ ഞാൻ വീട്ടിലെത്തുന്നു. 11 മണിയൊക്കെ ആകുമ്പോഴേക്കൊക്കെ ഇവൻ അവിടെ ആക്റ്റീവാണ്. പയ്യെ ഞങ്ങൾ കയറുന്നു. ഒരു 11:15 ആകുമ്പോൾ ഞാൻ കഥ പറഞ്ഞു തുടങ്ങി. 11:30 ആയപ്പോഴേക്കും ആൽഫി ഉറങ്ങി. ആൽഫി ഉറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ആൽഫി ഇതിനെ പറ്റിയിട്ട് സാധാരണ ഒരു ചെറിയ സൗണ്ട് കേട്ടാൽ പോലും ലൈറ്റ് ഇട്ടാൽ പോലും അവനെ എണീക്കും. അപ്പോൾ ഒരു 11:45 ആയപ്പോഴേക്കും അമ്മു പറയാണ്, എന്തോ ചെറുതായിട്ട് വെള്ളം ലീക്കാവുന്ന പോലെ ഉണ്ട്, എനിക്ക് എന്തോ ഒരു അസ്വസ്ഥത തോന്നുന്നുണ്ട്, ചെറിയ പെയിനൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തു. ഇനി വല്ല ഫാൾസ് പെയിൻ ആണോ എന്ന് അറിയാൻ ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. പക്ഷേ ഒരു 11:45 കഴിയുമ്പോഴും ഈ പെയിൻ ഇങ്ങനെ വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു ഇൻ്റർവെൽ. അപ്പോൾ ഞങ്ങൾക്ക് ഏറെക്കുറെ തീരുമാനമായിരുന്നു. പിന്നെ ഞങ്ങൾ ഓൾറെഡി നമ്മുടെ ബാഗൊക്കെ എടുത്ത് വെച്ചിരുന്നു. അപ്പോൾ ലൈറ്റ് ഇടുന്നുണ്ട് ഈ സമയത്ത്. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. അമ്മേനെ വിളിക്കുന്നുണ്ട്. അമ്മ അപ്പുറത്ത് മുറിയുന്ന അമ്മേനെ വിളിച്ച് ഇവൻ്റെ അടുത്ത് കിടത്തണം. ഇതൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ടും ഇവൻ ഒട്ടും എണീക്കുന്നില്ല. അപ്പം ഞങ്ങൾക്ക് തന്നെ തോന്നി, ഓക്കെ ഇതൊരു ദൈവം മനഃപൂർവ്വം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട് എന്നുള്ളൊരു ചിന്ത നമുക്ക് വന്നു. അമ്മ വന്ന് കിടക്കുന്നു. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ തന്നെ ഡോക്ടർ പറയുന്നത് ഇതൊരു ലേബർ പെയിൻ ആണെന്ന് പറഞ്ഞു. പെയിൻ കൊടുക്കുന്നില്ല, തന്നെ പെയിൻ വരട്ടെ എന്ന് പറഞ്ഞു. അത് ഇവക്കും വലിയൊരു ആഗ്രഹമായിരുന്നു ആ ഒരു സമയത്തൊക്കെ, എനിക്ക് തന്നെ ഇത്തവണ പെയിൻ വരണം, അല്ലാണ്ട് ലേബർ റൂമിൽ നേരത്തെ പോയി കിടക്കരുതെന്നൊക്കെ ഉള്ളത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ കറക്റ്റായിട്ട് പറഞ്ഞാൽ 7:59 അലോഷി ജനിക്കുന്നത്. ഞാൻ വീട്ടിലേക്ക് അമ്മേനെ വിളിച്ചു പറയണം, അമ്മ ഇതേ കുട്ടി ഉണ്ടായി, ആൺകുട്ടിയാണ് എന്ന് വിളിച്ചു പറയുമ്പോഴാണ് അമ്മ പറയുന്നത്, അപ്പോഴാണ് ആൽഫി ബെഡിൽ നിന്ന് എണീക്കുന്നത്. ഞങ്ങളുടെ ഏറ്റവും വലിയൊരു കൺസേൺ ആയിരുന്നു ഈ ഹോസ്പിറ്റലിൽ ഇവനെ എങ്ങനെ മാനേജ് ചെയ്യും. കാരണം ഇവന് ഒട്ടും അമ്മയില്ലാണ്ട് ഒട്ടും പറ്റില്ലാത്തൊരു സമയമായിരുന്നു അത്. പക്ഷേ ദൈവം നമ്മൾ പോലും അറിയാണ്ട് അതെല്ലാം ഭയങ്കര മനോഹരമായിട്ട് ക്രമീകരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എനിക്കെപ്പോഴും തോന്നിയ ഒരു കാര്യം, നമ്മൾ കർത്താവിന് വേണ്ടിയിട്ട് ഓടി നടക്കുന്ന സമയത്ത് കർത്താവ് എങ്ങനെയൊക്കെയാണ്, ഏത് വഴി കൂടെയൊക്കെയാണ് ഇതൊക്കെ ക്രമീകരിക്കുന്നത്, നമ്മൾ പോലും ചിന്തിക്കാത്ത രീതിയിൽ, സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത രീതിയിൽ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് കൊണ്ടുപോയി. ഇത് റീസെൻ്റ്ലി ഞങ്ങൾക്ക് നടന്നൊരു ടെസ്റ്റ് മണിയാണ്. ഇതുപോലെ പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ട്. പക്ഷേ ഈ ഇടയ്ക്ക് ഞങ്ങൾക്ക് രണ്ട് പേരും അതിനകത്ത്, ഞങ്ങളുടെ 2 പിള്ളേരും അതിനകത്തൊരു ഭാഗം കൂടെ ആവുന്ന ഒരു ടെസ്റ്റ് മണി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇതായിരിക്കും. ഈശോയോടൊപ്പം ഉള്ള ജീവിതം സന്തോഷകരമാണ്. പക്ഷേ അതിനകത്ത് സഹനങ്ങളോ നിരാശകളോ ഇല്ലെന്നല്ല. ഇപ്പോൾ ഞങ്ങളുടെ ഒരു കാര്യം പറയുവാണെങ്കിൽ, കഴിഞ്ഞൊരു മാസം ഞങ്ങൾ വളരെ വലിയൊരു സ്ട്രഗിളിലൂടെയാണ് പോയിരുന്നത്. ഞങ്ങളുടെ അമ്മ ഹോസ്പിറ്റലൈസ്ഡ് ആയി. അതേസമയം തന്നെ ഞങ്ങളുടെ മൂത്ത ആൾ ചുമയും ഛർദിയൊക്കെ കാരണം അവനും ഹോസ്പിറ്റലൈസ്ഡ് ആയി. ഞങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ഇവൻ ഹോസ്പിറ്റലിൽ ആവും എന്നുള്ളത്. ഒരു ദിവസം വൈകുന്നേരം ഞാൻ അമ്മയെ കാണാൻ വേണ്ടിയിട്ട് പോവുമായിരുന്നു ഹോസ്പിറ്റലിൽ. എന്നിട്ട് അവിടെ നിൽക്കാമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ അന്ന് അനിയൻ ഇങ്ങോട്ട് പറയുകയാണെങ്കിൽ ഇന്ന് ഞാൻ തന്നെ അവിടെ നിന്നോളാം, ചേട്ടൻ തിരിച്ച് പൊക്കോളെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോയതുകൊണ്ടാണ് അന്ന് രാത്രി ഇവൻ ഛർദ്ദിച്ചപ്പോൾ ഞാൻ വീട്ടിലുണ്ടാവാനും ഇവൻ അപ്പം തന്നെ രാത്രി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും ഒക്കെ എനിക്ക് പറ്റിയത്. സഹനങ്ങളും ഇതെല്ലാം കർത്താവ് തരുമ്പോഴും അതിനെ എങ്ങനെ ഓവർകം ചെയ്യാന്നുള്ള കാര്യങ്ങളും കർത്താവ് അവിടെ വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആരെങ്കിലൂടെ നമ്മളെ സഹായിക്കാനുണ്ടാവും. ഇപ്പം അന്ന് ഞങ്ങൾ രണ്ടുപേരും അമ്മയും അനിയൻ അവിടെ ഒരു ഹോസ്പിറ്റലിൽ, ഇപ്പറേ ഞാനും ഇവനും മാത്രമുള്ള, ഈ കൊച്ചും മാത്രമുള്ള സമയത്താണെങ്കിലും പെട്ടെന്ന് തന്നെ ഇവരുടെ പപ്പയും മമ്മിയും മാത്രമുള്ളപ്പോൾ അവരിങ്ങോട്ട് വന്നു, അവർ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നു. പലരിലൂടെ ആയിരിക്കും കർത്താവ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇത് നമ്മൾ പോലും അറിയില്ലായിരിക്കും ആരൊക്കെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യാന്നുള്ളത്.
ഇതുവരെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ ഈശോ ഞങ്ങളെ തൊട്ട ചില അനുഭവങ്ങളാണ്. ഇപ്പോഴും ഞങ്ങളുടെ ആ ഒരു ജേണി തുടരുവാണ്. ഈശോയായിട്ടുള്ള ഞങ്ങളുടെ യാത്ര തുടരുവാണ്. എല്ലാ സഹനത്തിലും, എല്ലാ സന്തോഷത്തിലും, എല്ലാ നിരാശയിലും ഞങ്ങളുടെ കൂടെ, ഞങ്ങളുടെ ഒരാളായിട്ട് ഈശോ ഞങ്ങളുടെ കൈപിടിച്ച് നടത്തുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്.